പുതുതായി ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹദീസിനെ സ്വീകരിക്കുന്നവരാണ് ഭൂരിഭാഗവും. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ സ്വീകരിക്കുക, പ്രാധാന്യം കൊടുക്കുക, അത് മുഴുവൻ വിശ്വാസയോഗ്യമാണെന്ന് അംഗീകരിക്കുക. പിന്നീട് ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് പ്രാധാന്യം, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെ ഒരു ക്രമവും ശീലിച്ചു വന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരുപക്ഷെ എന്റെ സംശയമായിരിക്കാം, ഒരു പുതിയ അവസ്ഥ, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണെങ്കിൽ പോലും അവ മുഴുവൻ വിശ്വാസയോഗ്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ വിഷയകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ കേട്ട് അവസാനിപ്പിക്കാനല്ല എന്റെ ഉദ്ദേശം. നിങ്ങളുടെ ബോധം ഇതിലുണ്ടാവുകയും നിങ്ങളുടെ പക്കൽ ഈ അസുഖം ബാധിച്ചവർ വന്ന് സംസാരിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അയാൾ പറഞ്ഞിട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയാതെ വളരെ ശാന്തമായി അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിച്ച ഈ സത്യം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം.